24 ബിഗ് ബ്രേക്കിംഗ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കണമെന്ന് സർക്കാർ വിളിച്ച സർവകക്ഷി യോഗത്തിൽ ആവശ്യം. തമിഴ്നാട് മാതൃകയിൽ സംസ്ഥാന സർക്കാർ തന്നെ കോടതിയെ സമീപിക്കണമെന്നാണ് യോഗത്തിലെ നിർദ്ദേശം. ആർ ശ്രീത്ത് തിരുവനന്തപുരത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, SIR-മായി ബന്ധപ്പെട്ട് ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് നിർണായകമായി തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതേസമയം തന്നെ നിലവിൽ SIR നടപടിക്രമങ്ങൾ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട്, തുടരുകയുമാണ്. ആ സമയത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം സർവകക്ഷി യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. ആരൊക്കെയാണ് യോഗത്തിൽ പങ്കെടുത്തത്? എന്താണ് പ്രധാനപ്പെട്ട ചർച്ചകൾ? പ്രജിൻ, സർവകക്ഷി യോഗം അവസാനിക്കുന്നതേ ഉള്ളൂ. തീരുമാനം ഔദ്യോഗികമായി ഇതുവരെ എടുത്തിട്ടില്ല. എന്തായാലും സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത ഭൂരിപക്ഷം രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെടുന്നത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തിടുക്കപ്പെട്ട് നടപ്പിലാക്കുന്നതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകണമെന്നാണ്. തമിഴ്നാട് മാതൃകയിൽ സുപ്രീം കോടതിയെ സമീപിക്കണമെന്നാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളെല്ലാം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു പൊതു ആവശ്യമായി തന്നെ ഈ സുപ്രീം കോടതിയെ സമീപിക്കണമെന്നത് സർവകക്ഷി യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. മൊത്തം 28 പ്രതിനിധികളാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതികരിച്ച് ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നത്. CPIM-ൻ്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ CPI-യുടെയും ഒക്കെ പ്രതിനിധികളുണ്ട്. മന്ത്രിമാരും പാർട്ടികളെ പ്രതികരിച്ച് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സർവകക്ഷി യോഗത്തിൽ ഉയർന്ന പൊതുവികാരം തമിഴ്നാട് മാതൃകയിൽ സുപ്രീം കോടതിയെ സമീപിക്കണമെന്നാണ്. DMK അടക്കം സുപ്രീം കോടതിയിലേക്ക് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതേ മാതൃകയിൽ തീവ്ര വോട്ടർ ഈ കേരളവും തമിഴ്നാടും പശ്ചിമ ബംഗാളുമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങൾ. ഇവിടങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കൊണ്ടുവരുന്നതിൽ രാഷ്ട്രീയ ദുരുദ്ദേശമുണ്ട്. BJP-യുടെ രാഷ്ട്രീയ ദുരുദ്ദേശമാണ് അതിന് പിന്നിൽ. ബീഹാർ മാതൃകയിൽ 63 ലക്ഷം വോട്ടർമാരെ അടക്കം ഒഴിവാക്കിയ അനുഭവം നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തടയുന്നതിന്, അത് നിർത്തിവെക്കുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടി സർക്കാർ തലത്തിൽ സ്വീകരിക്കണം. സർക്കാർ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കണം എന്നാണ് ആവശ്യം. സർവകക്ഷി യോഗം കൈക്കൊള്ളുന്ന പൊതു തീരുമാനമനുസരിച്ച് നീങ്ങാമെന്ന കാര്യം CPIM നേരത്തെ അറിയിച്ചിരുന്നു. അതേ നിലപാട് തന്നെയാണ് CPIM പ്രതിനിധികൾ ഈ സർവകക്ഷി യോഗത്തിലും അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ അറിയിച്ചതാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഇത്തരം ചർച്ചകൾ ഉണ്ടാകും എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പ്രതിപക്ഷവും സമാനമായ നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചത് എന്ന വാർത്ത നേരത്തെ വന്നിരുന്നു. ആരൊക്കെയാണ് ഈ യോഗത്തിൽ ഇപ്പോഴും പങ്കെടുക്കുന്നത്? ശ്രീത്, സർവകക്ഷി യോഗത്തിൽ CPIM-നെ പ്രതികരിച്ച് പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. പ്രതിപക്ഷത്തെ പ്രതികരിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. BJP പ്രതികരിച്ച മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനാണ് ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത് തങ്ങളുടെ നിലപാടുകൾ അറിയിക്കുന്നത്. CPIM നേരത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് വിശദമായി ചർച്ച ചെയ്തിരുന്നു. അങ്ങനെയുള്ള ആ ചർച്ചയിലാണ് സർവകക്ഷി യോഗത്തിലെ പൊതു നിലപാടിനൊപ്പം നിൽക്കാമെന്ന ധാരണ ഉണ്ടായിരിക്കുന്നത്. സർവകക്ഷി യോഗം സുപ്രീം കോടതിയെ സമീപിക്കണമെന്ന ആവശ്യമാണ് പൊതുവായി ഉയർത്തുന്നതെങ്കിൽ CPIM അതിനോട് യോജിക്കും. അത്തരത്തിലുള്ള തീരുമാനമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും സർവകക്ഷി യോഗത്തിൽ മൊത്തം രാഷ്ട്രീയ പാർട്ടിയെ പ്രതികരിച്ച് 28 പേരാണ് പങ്കെടുക്കുന്നത്. അത് ഓൺലൈനായി നടക്കുന്ന യോഗം അല്പസമയത്തിനകം അവസാനിക്കും. എങ്കിലും ഈ യോഗത്തിലെ പൊതുവികാരം തമിഴ്നാട് മാതൃകയിൽ സുപ്രീം കോടതിയെ സമീപിക്കണം എന്നതാണ്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കണമോ എന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ സർവകക്ഷി യോഗം വിളിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇപ്പോൾ ഉണ്ടാകുന്നു. ഔദ്യോഗികമായി അറിയിപ്പ് ലഭിച്ചില്ലെങ്കിലും അത്തരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. സുപ്രീം കോടതിയെ സമീപിക്കണം ഇതുമായി ബന്ധപ്പെട്ട് എന്നാണ് സർവകക്ഷി യോഗത്തിലെ ഒരു ആവശ്യമായി ഉയർന്നിരിക്കുന്നത്. അതിന് അന്തിമ തീരുമാനമുണ്ടാകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ആർ ശ്രീത്താണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.